വെൽക്കം ടു Fabbsonwheels. സോ ഇന്ന് ഒരു അടിപൊളി എപ്പിസോഡായിരിക്കും. വേറൊന്നുമല്ല, എവർഗ്രീൻ അല്ലെങ്കിൽ എൻ്റെ ഒരു എവർഗ്രീൻ ഡ്രീമായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് ഒരു വണ്ടി എടുത്തിട്ട് മോഡിഫൈ ചെയ്യണം, അതിനകത്ത് ടയേഴ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. എല്ലാവരെ പോലും എനിക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. ഈവൻ ഒരു ടീനേജേഴ്സിനായാലും ബാക്കിയുള്ള ഈവൻ നമ്മുടെ ഒരു യങ്ങർ ഏജിലുള്ള എല്ലാ കുട്ടികൾക്കും ഉള്ളൊരു ആഗ്രഹം തന്നെയാണ് ഒരു ഇഷ്ടമുള്ളൊരു വാഹനം. ഈവൻ നമ്മളൊരു ഹൈസ്കൂളിലാവുമ്പോൾ തന്നെ നമുക്ക് സ്വപ്നം കാണും, ഒരു വാഹനം സ്വപ്നം കാണും, അത് നമ്മൾ വലുതാകുമ്പോൾ അത് സ്വന്തമാക്കുന്നു, അത് മോഡിഫൈ ചെയ്യുന്നു. സോ ഏകദേശം ഒരു 10-32 വർഷം അല്ലെങ്കിൽ എൻ്റെ ഒരു 32ാമത്തെ വയസ്സോളം ആയിട്ടുണ്ട് ഇപ്പോൾ. സോ ഇപ്പോഴാണ് എനിക്ക് ഡ്രീം ചെയ്തൊരു വാഹനം വാങ്ങാൻ പറ്റിയും. അതോടൊപ്പം തന്നെ വാങ്ങിയിട്ടും ഈവൻ ലൈക്ക് ഒരു വർഷം ആവുന്നുണ്ട്. എന്നിട്ടാണ് ഇപ്പോഴൊന്നും നമുക്ക് വിചാരിക്കുന്ന പോലെ ആ ഒരു 5 ടയർ അല്ലെങ്കിൽ 4 ടയർ നമുക്ക് അതിനകത്ത് വാങ്ങേണ്ടത്. ഒരു വാഹനത്തിൻ്റെ എസ്തെറ്റിക് ലുക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതാണ് അതിൻ്റെ ടയർ. സോ ഇന്ന് നമ്മുടെ വണ്ടിക്ക്, നമ്മുടെ ജിപ്സിക്കകത്ത് ഓവർലാൻഡിങ് എപ്പിസോഡ് അല്ലെങ്കിൽ ഓവർലാൻഡിങ്ങിലോട്ട് പോകുന്നതിൻ്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ടയർ തന്നെയാണ്. വാഹനം കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ടയർ തന്നെയാണ്. ആ ഒരു ബിഗ് അപ്ഡേറ്റ്സ് ആണ് ഞാനിപ്പോൾ നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും അതുപോലെ റീൽസും ഒക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ആ ടയറിലോട്ട് എത്തിയ ആ വീഡിയോസും ടയർ ചേഞ്ചിങ്ങും അല്ലെങ്കിൽ സർവീസ് സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ എന്തായാലും നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഇല്ല. ഒരു സൺഡേ കിട്ടിയപ്പോൾ ശരിക്കും നമ്മൾ വീഡിയോ ചെന്ന് വെച്ചപ്പോഴത്തേക്ക് രാവിലെ കുറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈവനിങ്ങിൽ ഇപ്പോൾ വീഡിയോസിലെടുത്ത്. സോ ഈവനിങ് ആയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ആ ലൈറ്റിൻ്റെ ഒരു കുറവ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുന്ന പോലെ എപ്പോഴും ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇറ്റ്സ് മീ രാഹുൽ ഫാബി. വെൽക്കം ടു Fabbsonwheels. സോ ഓവർലാൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മളുടെ ചാനലിൽ നമ്മൾ പോകുന്നതും ശരിക്കും പറഞ്ഞാൽ ഈ ഓവർലാൻഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മാരുതി ജിപ്സിയാണ്. സോ മാരുതി ജിപ്സിൽ എനിക്ക് തോന്നുന്നു ഓവർലാൻഡിങ് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം എല്ലാവരും ഈ ഒരു വാഹനത്തിന് കൺസിഡർ ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് മൈലേജ് ഇല്ല. സോ നമ്മൾ അങ്ങനെയുള്ള പല കാരണങ്ങൾക്കും ഓവർലാൻഡിങ്ങിന് എന്തുകൊണ്ട് ജിപ്സി പറ്റത്തില്ല എന്ന് പറഞ്ഞ കാരണങ്ങൾക്ക് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാറ്റസിലൂടെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ ജിപ്സി അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ Fabbsonwheelsലുള്ള ജിപ്സി അപ്ഡേറ്റ്സ് എന്ന പ്ലേലിസ്റ്റിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് വരും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എപ്പോഴും പറയാനുള്ളത് നമ്മളുടെ
ചാനൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളുടെ ഇൻസ്റ്റാ ID Fabbsonwheels തന്നെ. സോ അത് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഏർലി അപ്ഡേറ്റ്സ് ഒക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ മോഡിഫിക്കേഷൻ്റെ കാര്യങ്ങളിലോട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഞാൻ കിടക്കാം. ഇപ്പോൾ ഒരു ടയർ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ തിരക്കിയ സമയത്ത് കുറേ ടയേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടി. ഫ്രഷ് യൂസ്ഡ് കുറേ ടയേഴ്സ് കിട്ടി. അതോടൊപ്പം തന്നെ പല ചൈന ബ്രാൻഡുകളുടെയും കിട്ടിയിട്ടുണ്ട്. സോ എപ്പോഴും നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആവശ്യം ഒരു ബ്രാൻഡ് ടയർ തന്നെ ആയിരിക്കും എല്ലാവരും ഡ്രീം ചെയ്യുന്നത്. പക്ഷേ പൈസയുടെ ബുദ്ധിമുട്ടും കൂടുതലും കുറവും കൊണ്ട് പല റീസൺസും ഈവൻ ലൈക്ക് ഫാമിലിയുടെ കാര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ റീസൺസ് കൊണ്ടും നമ്മൾ ടയർ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ പോക്കറ്റ് ഒന്ന് പിടിച്ച് വെക്കാറുണ്ട്. അതിൻ്റെ റീസൺ എന്താ പറഞ്ഞാൽ എപ്പോഴും ആ ഒരു എക്കണോമിക്കിൻ്റെ പ്രശ്നമാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത്. പല മാർഗ്ഗങ്ങളുണ്ട്, പല വഴികളുണ്ട് നമുക്ക് ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വാഹനത്തിലോട്ട് എങ്ങനെ എത്തണം എന്നുള്ള റീസൺസൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇനി എങ്ങനെ നമുക്ക് ഒരു വാഹനത്തിൻ്റെ ടയർ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴുള്ള കാരണങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ചില ഫാമിലി പ്രശ്നങ്ങളുമാണ് ഞാൻ ഇതുമായിട്ട് പറയുന്നത്. ഫാമിലി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ടയർ അപ്ഗ്രേഡ് ഒരു മോഡിഫൈ ചെയ്യാൻ പോകുന്നൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ ടയർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പ്രശ്നമായിട്ട് നിൽക്കുന്നത് സാമ്പത്തികമാണ്. ഞാനും ഈ പറഞ്ഞ പോലെ ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം ഏകദേശം ഓൾമോസ്റ്റ് ഒരു 6 months 7 months കാത്തിരുന്നു ഈ ഒരു ടയർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. കാരണം ഒരുപാട് പ്രശ്നങ്ങളും പേഴ്സണൽ പ്രശ്നങ്ങളും എക്കണോമിക് പ്രശ്നങ്ങളൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഏകദേശം ഈ ഒരു ടയറിൻ്റെ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 80,000 അടുപ്പിച്ച് വരും, ടയറും റിമ്മും കൂടെ ഒക്കെ ചേർത്ത്. സോ അത്രയും വലിയൊരു കോസ്റ്റ്. ഇതും ഒരു വളരെ ഓൾഡായിട്ടുള്ള വാഹനമാണ്. ഇത് എൻ്റെ മാത്രം പ്രിഫറൻസാണ്. ജിപ്സി വാങ്ങണം അല്ലെങ്കിൽ എൻ്റെ വൈഫ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. സോ എൻ്റെ ഫാമിലി ചിലപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവത്തില്ല. എല്ലാവർക്കും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളാണ്. സോ ആ ഒരു മൈൽ സ്റ്റോൺ ആണ് എന്നെ വിളിച്ചത്. ആ പുള്ളിക്കാരുടെ ഒരു സപ്പോർട്ടാണ് ശരിക്കും എനിക്ക് ഈ ഒരു ഇതിലോട്ടൊക്കെ എത്താനായിട്ട് പറ്റുക. അല്ലെങ്കിൽ എത്രയോ വർഷം ഡ്രീം ചെയ്തിട്ട് പലരുടെ ആഗ്രഹങ്ങൾ ഇപ്പോഴും എല്ലാവരും ഇൻസ്റ്റയിലൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഇതുപോലെ ആഗ്രഹങ്ങളുണ്ട് വാഹനം എടുത്ത് മോഡിഫൈ ചെയ്യാനും പിന്നെ മോഡിഫൈ ചെയ്തതിന് ശേഷം ഇങ്ങനെയൊക്കെ ഒന്ന് എത്തിക്കാനായിട്ട്. പലരും അവരെപ്പോഴും അവരെ കാണുന്ന അവരിലൂടെ ആയിരിക്കും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. കാരണം നമ്മളെപ്പോഴും ചെയ്യുമ്പോഴത്തേക്ക് റീസണബിളായിട്ട് അവർ നോക്കുമ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. സോ അവരെപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്ന അവരെ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് പേരുടെ മനസ്സിലൂടെയാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ കടന്നുകൊണ്ടിരിക്കുക. കാരണം ജിപ്സി അത്രത്തോളം ഇഷ്ടപ്പെടും. ജിപ്സി എന്ന് മാത്രമല്ല എല്ലാ വാഹനങ്ങളെയും ഡ്രീം ചെയ്യാൻ പറ്റുന്ന പല വാഹനങ്ങളെയും ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചില അറിവുകൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മോഡിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിയമപരമായ ചില പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ ശരിക്കും നിയമപരമായിട്ട് ലീഗലായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് 215 എന്ന് പറയുന്ന ടയറാണ് നമുക്ക് എപ്പോഴും ജിപ്സിക്ക് സ്യൂട്ടായിട്ടുള്ളത്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത. പക്ഷേ നമ്മൾ ആ ഒരു 215 ടയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ അത്യാവശ്യം മോഡിഫൈഡ് ആയിരിക്കണമല്ലോ. ടയറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടയറിന് ഒരു ലുക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ടയർ ഇൻസൈഡ് ഈ മഡ്ഗാർഡിൻ്റെ പക്ക ഇൻസൈഡ് തന്നെയാണ് ആ ഒരു ടയർ കിടക്കുന്നത്. സോ അത് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട്. സോ MT ടയേഴ്സ് എന്നുള്ളത് എനിക്കൊരു പാഷൻ തന്നെയാണ്. സോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ചെയ്തിരുന്നത് മാക്സിസ് എന്ന് പറഞ്ഞ ടയർ. അങ്ങനെ മാക്സിസ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ പോയി പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച സമയത്ത് ബഡ്ജറ്റും വേറെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെ കണ്ണൂരിലാണ്, അനൂപെന്ന് പറയും, സമാമ്പ ടയേഴ്സ് എന്ന് പറയും. സോ അനൂപിൻ്റെ അടുത്ത് പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തിരുന്ന സമയത്താണ് അങ്ങനെ 1-2 മാസങ്ങൾ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് മാക്സിസ് ഫസ്റ്റ് പ്രിഫറൻസ് വന്നതിന് ശേഷം വേറെയുള്ള സൈസ് അറിവോ ടയേഴ്സ് വന്നു, പിന്നെ ഹാൻഡ് കുക്ക് ടയേഴ്സ് വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആക്സിലറ ടയേഴ്സ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ഒരുപാട് ചൈനീസ് ബ്രാൻഡുകളിലോട്ടും പോയി. കാരണം എപ്പോഴും എൻ്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ മാക്സിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിലോട്ട് വരുന്ന പൈസ കുറച്ചൊക്കെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ഒതുക്കി വന്നിട്ട് അവസാനം നമ്മൾ ആക്സിലറയിലെത്തി. ആക്സിലറ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് ഈ ഒരു വൈറ്റ് ലെറ്റേഴ്സ് അതിനകത്ത് വരുന്നില്ലായിരുന്നു. ആ വൈറ്റ് ലെറ്റേഴ്സ് വരാത്തതുകൊണ്ട് ഞാൻ ആക്സിലറ അവസാനം കട്ട് ചെയ്തു. പിന്നെ ഹാൻഡ് കുക്ക് ടയേഴ്സ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബാക്കിലുള്ള ടയേഴ്സ് നമുക്ക് ഇയർ ബാക്കുള്ള ടയേഴ്സ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു വർഷം ഇറങ്ങുന്നതിൽ നിന്ന് ബാക്കിലുള്ള ടയേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കുറേ ടയറുകൾ നോക്കി വന്നപ്പോഴത്തേക്ക് എല്ലാത്തിനും ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു മാക്സിസിൻ്റെ ടയേഴ്സ് തൊട്ട് അതിനെല്ലാം ഒരു 3,000 4,000 അല്ലെങ്കിൽ 2,000 അടുപ്പിച്ചുള്ള റേറ്റിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം നോക്കി വന്ന അവസാനം നമ്മൾ എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് വെച്ചിട്ട് ഞാനൊരു ഡെഡ് എൻഡ് വെച്ചു. ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു ഡെഡ് എൻഡ് തന്നെ വെച്ചു. സോ വൈഫ് അത്യാവശ്യം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി ഈ മാക്സിസ് എൻ്റെ എടുക്കണം. നമുക്ക് എപ്പോഴും ഒരു വാഹനത്തിലൊരു സംഭവം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്രാൻഡഡ് സാധനം വാങ്ങിയിടുന്നതും നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റിലോട്ട് പോകുന്നു. ആവശ്യമുള്ള ചില സാധനങ്ങൾ ബ്രാൻഡഡ് തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ബ്രാൻഡഡ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബ്രാൻഡ് അതിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കുന്നു പറഞ്ഞാൽ ടയറിലും അതെപ്പോഴും. കാരണം ഒരു വാഹനത്തിൻ്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ ഒരുപാട് ദൂരം ഇപ്പം നമ്മൾ ഓൾ ഇന്ത്യ യാത്രയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. ഓവർലാൻഡിങ്ങിന് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് നമ്മുടെ ടയേഴ്സ് തന്നെ. സോ ഈ ഒരു വാഹനത്തിൻ്റെ മോഡിഫിക്കേഷൻ്റെ 75% ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടയേഴ്സ് തന്നെ. സോ അങ്ങനെ നമ്മൾ ഈ ടയേഴ്സ് ശരിക്കും പറഞ്ഞാൽ മാക്സിസ് തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് മാക്സിസ് നമ്മൾ സജസ്റ്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ അവസാനം മാക്സിസിലോട്ട് തന്നെ എത്തി. പൈസയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി റെഡ്യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ മാക്സിസിലോട്ട് തന്നെ എത്തി. റിംസും ടയേഴ്സും എല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട്.
അത്യാവശ്യം ഞാനൊരു ഓഫ് റോഡൊക്കെ ഇത് വെച്ച് പോയിട്ടുണ്ട്. വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളൊരു ചെറിയ ഓഫ് റോഡൊക്കെ ഇത് വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നമ്മൾ എന്തായാലും കവർ ചെയ്തിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് ഞാൻ വാക്ക് പറഞ്ഞല്ലോ, നമ്മളെ ഗ്യാസ് വെച്ചിട്ട് മാക്സിസ് ടയേഴ്സ് ഇട്ടിട്ട് നമ്മൾ ഓഫ് റോഡ് നിങ്ങളെ ചെയ്ത് കാണിക്കാം. ഗ്യാസിലുള്ള ഓഫ് റോഡിൻ്റെ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതും കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. സോ അങ്ങനെയാണ് നമ്മൾ ഈ ടയറിൻ്റെ കാര്യത്തിലോട്ടൊക്കെ എത്തിയത്. ടയർ ഇവിടം വരെയുള്ള യാത്രയിൽ നമ്മൾ ടയർ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ വണ്ടിക്കകത്ത് ചെയ്യാനുള്ള കാരണം നിങ്ങൾ പറഞ്ഞാൽ, നമുക്ക് ശരിക്കും നമ്മുടെ കേരള ലീഗലി ഇതുപോലും അലോ ചെയ്യുന്നില്ല. പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ തന്നെയാണ്. ഓഫ് കോഴ്സ് എനിക്കറിയാം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വണ്ടിക്കകത്ത് ഇവിടെ നമ്മളൊരു സ്നോർക്കൽ വയ്ക്കുന്നുണ്ട്, ഇവിടെ 2 ഫോഗ് ലാംപ്സ് വയ്ക്കുന്നുണ്ട്. ഇത്ര കാര്യങ്ങൾ മാത്രമേ നമ്മുടെ വണ്ടിക്കകത്ത് നമ്മളിനി ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഓഫ് റോഡ് ആക്സറീസ് ഒക്കെ ഓൾറെഡി നമുക്ക് വന്നിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ തന്നെ വെക്കുകയാണ്. ബാക്കിൽ ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ മാക്സിസിൻ്റെ ടയേഴ്സ് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. കാരണം വേറൊന്നുമല്ല, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഹാർഡ് ടോപ്പിൻ്റെ ഡോറിനകത്തോട് നമ്മൾ ഈ ഒരു ടയർ വയ്ക്കുന്ന സമയത്ത് അത് ഇങ്ങനെ ഞാന്ന് താഴോട്ട് വരാനുള്ളൊരു റീസൺ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ടയർ വെച്ചിട്ടില്ല, സ്റ്റോക്ക് ടയർ തന്നെ അവരെണ്ണം വെച്ചിട്ട്. കാരണം ഇതൊരു ട്യൂബ്ലെസ് ആയതുകൊണ്ട് എപ്പോഴെങ്കിലും പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഇതിൻ്റെ സ്റ്റോക്ക് ടയർ വരുന്നത് ട്യൂബ്ലെസ് ആയതുകൊണ്ട് എവിടെയെങ്കിലും പഞ്ചറായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ സഹായമില്ല പഞ്ചർ ഓടിക്കാൻ പറ്റും. ഈ ഒരു വാഹനം ആയതുകൊണ്ട്, ഈ ഒരു ടയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് പഞ്ചർ ഓടിക്കാൻ. പിന്നെ ടയർ ഇട്ടതിന് ശേഷമുള്ള ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി 100% വ്യത്യാസം വന്നിട്ടുണ്ട്. വണ്ടിയുടെ ജർക്കിങ്ങും കൊലുക്കങ്ങളും എല്ലാം കുറഞ്ഞു. ശരിക്കും ആ നമ്മൾ ഗ്യാസ് ഷോക്കപ്സ് ഇട്ടതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ്, അല്ലെങ്കിൽ നമ്മളുടെ ബാക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ലീവ് സെറ്റിൻ്റെ, നമ്മുടെ ഡോക്ടർ നാനോയുടെ ലീവ് സെറ്റിൻ്റെ ആ ഒരു പെർഫോമൻസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടയേഴ്സ് തന്നെ വണ്ടിക്കകത്ത് ഇടണം. ടയേഴ്സ് അതുപോലെ തന്നെ ആൾക്കാരിലുള്ള ഒരു അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും നിങ്ങളോട് പറഞ്ഞുതരാൻ. മറ്റേത് വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഇഷ്ടപ്പെടാതാണ് ഒരു വിധത്തിലേക്ക് ഓടിച്ചുകൊണ്ട്. കാരണം ടയർ ഇട്ട് മോഡിഫൈ ചെയ്തൊരു വാഹനമാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. സോ അങ്ങനെ അല്ലാത്തൊരു വണ്ടി ഓടിച്ചതിന് നമുക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഈ വണ്ടി എടുക്കുന്ന കോലത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു നമ്മൾ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു സ്വപ്നം അതല്ലായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ ഇതായിട്ട് മോഡിഫൈ ചെയ്ത് അടിപൊളി ഒരു വണ്ടിയായിരുന്നു നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ വണ്ടിയല്ല എന്നുള്ള തിങ്കിങ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. സോ അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ചിലപ്പോൾ നമുക്ക് ഇടാൻ പറ്റില്ലെന്ന് വരും. വളരെ സമയമെടുത്ത് നമ്മൾ എന്താ പറയുക കാത്തിരുന്നിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. സമയം ഒതുക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടയറിലോട്ട് എത്തിയ കാരണങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയുടെ മോഡിഫിക്കേഷൻ്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു. നമ്മൾ സ്നോർക്കൽ വെക്കുന്നുണ്ട്, ഫ്രണ്ടിൽ ഈ 2 ഫോഗ് ലാംപ്സ് വയ്ക്കും. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പോകും നമ്മുടെ ഓവർലാൻഡിങ്ങിലോട്ട്. സോ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളോട്ട് എത്തിക്കുകയാണ്. നമ്മുടെ വണ്ടിക്കകത്ത് ഓവർലാൻഡിങ് എപ്പിസോഡ്സ് മെയ് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യും. സോ നമ്മുടെ ഫസ്റ്റ് എക്സ്പ്ലോറിംഗ് എന്ന് പറയുന്നത് പാലക്കാട് അട്ടപ്പാടി ആയിരിക്കും. സോ ആ ഒരു അട്ടപ്പാടിയുടെ വീഡിയോ സീരീസും കാര്യങ്ങളും ഓഫ് റോഡ് വീഡിയോസൊക്കെ ഉറപ്പായിട്ട് നിങ്ങളോട്ട് എത്തിക്കും. അതൊരു ക്യാമ്പിംഗ് തന്നെ ആയിരിക്കും. പിന്നെ എൻറ്റയർലി നമ്മൾ ഓവർലാൻഡിങ് സെറ്റപ്പിന് പോകുമ്പോഴത്തേക്ക് വണ്ടി ഫുള്ള് ഒരു കിടക്ക അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. വണ്ടിക്കകത്ത് ഫുഡ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളുണ്ടാവും, വണ്ടിക്കുള്ളിൽ ടെൻ്റ് ഉണ്ടാവും, 2 പേർക്ക് ഈസി ആയിട്ട് വണ്ടിക്കുള്ളിൽ കിടക്കാനായിട്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ വണ്ടിക്കകത്ത് നമ്മൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ ചാനലൊക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കുറച്ച് ഈവൻ ജിപ്സി കുറച്ച് വട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആകും. കാരണം ഞാൻ ഈയിടെയായിട്ടാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ അറിഞ്ഞു വരികയും ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ Fabbsonwheels എന്നുള്ള നമ്മുടെ അക്കൗണ്ട് അറിഞ്ഞു വരികയും അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചോദിക്കും. എന്നോട് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. എന്നെ മാത്രമല്ല, ഈ ജിപ്സിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യാറുണ്ട്. സോ അവർ കൂടുതലും അവർ തമ്മിൽ സംസാരിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജിപ്സിയായിട്ട് ബന്ധപ്പെട്ടതും അത്യാവശ്യം മറ്റുള്ള വാഹനങ്ങളോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ട്, ഉറപ്പായിട്ടും Fabbsonwheels എന്നുള്ള നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നതിൽ ഉറപ്പായിട്ടും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ടയറിൻ്റെ കാര്യങ്ങളൊക്കെ, ടയറിലോട്ട് എത്തിയപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു ചെറിയ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ മെയിനായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ വാഹനങ്ങളൊക്കെ മോഡിഫൈ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളോട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അവർ ശരിക്കും കാണുന്ന അവരായിട്ട് തന്നെ, നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അവരായിട്ട് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അവർ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ അവർക്ക് വാഹനം എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അവർക്ക് എടുക്കാൻ പറ്റിയില്ല. പ്രായമുള്ളവരും പറയാറുണ്ട്, പ്രായം കുറഞ്ഞവരും പറയാറുണ്ട്. അപ്പം ഇങ്ങനെ പറയുന്ന പല ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ ചില റീസൺസ് എന്ന് പറഞ്ഞാൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതോടൊപ്പം ചില ഒരുപാട് പ്രശ്നങ്ങൾ. എനിക്ക് തന്നെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഇടയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ല രീതിയിൽ വൈഫിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ടും ഫാമിലിയിൽ നിന്നുള്ള ചെറിയ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മോഡിഫിക്കേഷൻ്റെ വർക്കുകൾ നമ്മൾ ഇവിടെ കൊണ്ട് ചവിട്ടുകയെന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. കാരണം ഇനി ഒരുപാട് യാത്രകളിലോട്ട് പോകാനുണ്ട്. വണ്ടി എപ്പോഴും മോഡിഫൈ ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് നമുക്ക് യാത്രകൾ പോകാൻ പറ്റത്തില്ല. ഇത്രയും മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ലൈറ്റും സ്നോർക്കലും ആവശ്യമുള്ള വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ യാത്രകൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അത്യാവശ്യം നമ്മുടെ ഓവർലാൻഡിങ്ങിൻ്റെയും Fabbsonwheelsൻ്റെ ലോഗോവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും വരും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്നും കുറച്ചൊന്ന് വ്യതിചലിച്ച് പോയി. നമ്മുടെ വണ്ടിയിൽ നമുക്കിപ്പോൾ ഈ ഒരു വാഹനങ്ങൾ എടുക്കാനും, ഏത് വാഹനങ്ങൾ മോഡിഫൈഡ് വാഹനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ വാഹനം എടുത്തിട്ട് നിങ്ങളുടെ ഡ്രീം വാഹനങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ശരിക്കും നമ്മൾ ഈ ഒരു കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു നോളജാണ്.
അപ്പോൾ ഞാൻ അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സംഭവം പരിചയപ്പെടുത്താം. SIP എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉറപ്പായിട്ടും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, മ്യൂച്വൽ ഫണ്ടിൻ്റെ തന്നെ ഒരു ശാഖയാണ് SIP എന്നുള്ളത്. സോ ഉറപ്പായിട്ടും SIP എന്നുള്ളത് വളരെ വിവരിച്ച് ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് SIP എന്നുള്ളത്. സോ ഈ SIP എന്താണെന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിനകത്ത് എങ്ങനെയാണ് പൈസ സേവ് ചെയ്യുന്നത് അറിയാൻ പറ്റും, വ്യക്തമായ ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടും. സോ ഞാനിപ്പോൾ എന്താണ് ഈ SIP എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല. നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് വന്നതിന് ശേഷം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവായിട്ട് SIP അല്ലെങ്കിൽ ഡ്രീം വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ SIP ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാനായിട്ട് പറ്റും. സോ ഒരു SIP അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് മ്യൂച്വൽ ഫണ്ടിൻ്റെ തന്നെ ട്രേഡിങ്ങിന് ചെയ്യുന്നതാണ്. പക്ഷേ അതിനകത്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൈസ ഒരുപാട് നഷ്ടം വരത്തില്ല. മറ്റുള്ള ഇൻസ്റ്റൻ്റായിട്ട് ഷെയർ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന പോലെ നമ്മൾ നഷ്ടപ്പെട്ട് നമ്മുടെ പൈസ പോകത്തില്ല. ഏതൊരു ആഗ്രഹം നമ്മൾ നേടണമെങ്കിൽ നമുക്ക് സാമ്പത്തികം വേണം. സോ ആ പൈസ ഉണ്ടാക്കാൻ നിങ്ങൾ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നിങ്ങളത് എന്താണെന്നൊന്ന് സെർച്ച് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. സോ ഡ്രീം വാഹനം എന്നല്ല, ഏത് ഡ്രീം അച്ചീവ് ചെയ്യാനും അങ്ങനത്തെ ഒരു സാമ്പത്തിക പദ്ധതി നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആകും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വന്നിട്ട് നമ്മുടെ ചാനൽ ഈ ഒരു വീഡിയോ അടിയിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തിരക്കിയതിനു ശേഷം വന്ന് കമൻറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ചൊരു SIP കുറിച്ചൊരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. കാരണം നമ്മളുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും അതൊരു സമ്പാദ്യ പദ്ധതിയാണ്. സാമ്പത്തികമായിട്ട് അരക്ഷിതത്വത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഏവർക്കും ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇന്നൊരു വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ന് സമ്പാദിച്ചിട്ട് കാര്യമില്ല. ഏകദേശം മിനിമം ഒരു 5 years ബാക്ക് നിങ്ങളുടെ ഡ്രീമിനനുസരിച്ച് നിങ്ങൾ ഡ്രീം ചെയ്യും, സാമ്പത്തിക ശീലം ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു വാഹനത്തിലോട്ട് എത്താനായിട്ട് പറ്റും. അത് ഈ വാഹനം എന്നല്ല, ഏതൊരു വാഹനം. അങ്ങനെ നിങ്ങളെ പവർഫുൾ ആക്കുന്ന ഒരു ശരിക്കും പറഞ്ഞ ഒരു സാമ്പത്തിക പദ്ധതിയാണ് SIP എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഈ ടയറിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളെന്ന് കാണിക്കണം, വരാൻ പോകുന്ന ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന് നിങ്ങളെ കാണിക്കണം. അതായിരുന്നു ഈ ഒരു വീഡിയോയുടെ കൺസേൺ. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ SIP കുറിച്ച് അറിയേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം Fabbsonwheels നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാൻ കൂടി മറക്കണ്ട. നമ്മൾ വീഡിയോസ് ഇടുന്ന ടൈമോ പങ്ക്ച്വാലിറ്റിയോ നിങ്ങൾ നോക്കണ്ട. കാരണം ഞാനൊരു വീഡിയോ ഇടണമെങ്കിൽ വളരെ താമസിച്ച് വളരെ ടൈം എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. എന്തായാലും നെക്സ്റ്റ് മന്ത് ആദ്യം തൊട്ട് ഉറപ്പായിട്ട് ഏപ്രിൽ ആദ്യം തൊട്ട് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാഹനങ്ങളുടെ വീഡിയോസ് എന്തായാലും ഉണ്ടാവും. നമ്മുടെ ഓവർലാൻഡിങ് എപ്പിസോഡ്സ് അല്ലെങ്കിൽ ഓവർലാൻഡിങ് നമ്മുടെ ട്രാവൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. മെയ് തൊട്ട് കൺഫേം നമ്മൾ ക്യാമ്പിംഗ് വീഡിയോസ് ചെയ്യുന്നതാണ്. നമ്മളുടെ ജിപ്സി വെച്ചിട്ട് നമ്മുടെ വണ്ടിക്കകത്ത് ലോഗോയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ കണ്ടിരുന്ന എല്ലാ മച്ചാന്മാർക്കും ഗുഡ്